എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു പുതിയൊരു ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ കുറേ നമുക്ക് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചും പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചും വക്കം മൗലവിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത് കൊണ്ട് അതിൻ്റെ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന് അതുമായിട്ട് ഈ 3 വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് among the following statement is or are correct? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നാണു ആശാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അയ്യാസ്വാമി ബൈ ചട്ടമ്പി സ്വാമി. അപ്പം നാണു ആശാന് അയ്യാസ്വാമിയെ കണ്ടത് ആര് കൊണ്ടുപോയിട്ടാണെന്നുള്ളതാണ് ചട്ടമ്പി സ്വാമി. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ എന്താ? ദ ബുക്ക് വേദാധികാര നിരൂപണം ഈസ് റിട്ടൺ ബൈ ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ നോക്കിയേ. ദ കൊച്ചിൻ പുലയ മഹാസഭ വാസ് ഫൗണ്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. നാലാമത്തതോ. വക്കം മൗലവി ഫൗണ്ടഡ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പൊ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്തൊക്കെയാണ്? 1 മാത്രം ശരി, 2, 4 ശരി, 1, 3 ശരി, എല്ലാം 1, 2, 3, 4 എല്ലാം ശരി. അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫൈനൽ ആൻസർ കീ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 4ഉം ശരിയാണ്. 1, 2, 3, 4ഉം ശരിയാണ്. അപ്പൊ നാണു ആശാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അയ്യാസ്വാമി ബൈ ചട്ടമ്പി സ്വാമി. ദ ബുക്ക് വേദാധികാര നിരൂപണം ഈസ് റിട്ടൺ ബൈ ചട്ടമ്പി സ്വാമികൾ. കൊച്ചിൻ പുലയ മഹാസഭ വാസ് ഫൗണ്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ. വക്കം മൗലവി ഫൗണ്ടഡ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അപ്പൊ ഈ 4 ഓപ്ഷൻസും കറക്റ്റ് ആണ്. അപ്പൊ ഇനി ഇവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ആരെ കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഏതാണ്? ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാന്റെ കൊടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ കുരുത്തക്കേടൊക്കെയുള്ള ആള് എന്നുള്ള രീതിയിലല്ലേ ഓർത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ലീഡർ എന്നുള്ള അർത്ഥത്തിലാണ് ചട്ടമ്പി എന്നുള്ള പേര് വന്നത്. രാമൻപിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴാണ് ലീഡർ എന്നുള്ള അർത്ഥത്തിൽ ചട്ടമ്പി എന്നുള്ള പേര് വന്നത്. അപ്പൊ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882. 1882 ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. പിന്നെ അടുത്ത പോയിന്റ് നോക്കാം. വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 10 വർഷം കൂടെ കൂട്ടണം. 1892. അപ്പൊ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882-ലും വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892-ലും ആണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? തൈക്കാട് അയ്യാസ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് തൈക്കാട് അയ്യാസ്വാമികൾ. ഇനി സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? സുബ്ബജടാപാടികളാണ്. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടാപാടികളാണ്. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികറാണ്. അപ്പൊ ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് ആരാണ്? എട്ടരയോഗം. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗമാണ്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഓർത്തിരിക്കണം, വടിവീശ്വരം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ഈ ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെയാണ്. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഷൺമുഖദാസൻ എന്ന പേരിലും സർവ്വവിദ്യാധിരാജ എന്ന പേരിലും അറിയപ്പെട്ടത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. ഇനിയുണ്ട് ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്.
കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. ഈ ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈ ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ്. അത് ഓർത്തിരിക്കണം. പിന്നെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അപ്പൊ 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടു ആര്? ചട്ടമ്പി സ്വാമികള്. അതിന്റെ 10 വർഷം കഴിഞ്ഞപ്പോൾ 1892 ചട്ടമ്പി സ്വാമികള് വിവേകാനന്ദനെ കണ്ടു. അപ്പൊ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഛേദനം, ആ കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ കൃതികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ നോക്കുന്നുണ്ട്. എന്നാലും ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. ഈ ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. അത് PSCയുടെ ഉത്തരസൂചിക പ്രകാരമാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. അത് ഓർത്തിരിക്കണം. പ്രധാന കൃതികളും കൂടെ ഓർത്തിരിക്കണം. അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങള്, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം. സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണ് നിജാനന്ദ വിലാസം. ഇനി വേദാധികാര നിരൂപണം, വേദാന്ത സാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം. അപ്പൊ ഇത്രയെങ്കിലും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണല്ലോ നടക്കുന്നത്, കണക്റ്റഡ് ഫാക്ട്സും ആണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ സീരീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങള്, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം. ഈ കൃതിയുടെ പ്രത്യേകത എന്താണ്? സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണ് നിജാനന്ദ വിലാസം. പിന്നെ വേദാധികാര നിരൂപണം, വേദാന്ത സാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം തുടങ്ങിയൊക്കെ പ്രധാന കൃതികളാണ്. ഇനി എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കേണ്ടത്? പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. അപ്പം പ്രാചീന കേരളത്തിൽ നിന്ന് ജാതിരഹിതം, അപ്പൊ ജാതി ഒന്നും ഇല്ലാത്ത ആദിമ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പിന്നെ പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളത്തിന്റെ അടുത്ത പോയിന്റ് എന്താണ്? പരശുരാമന്റെ കേരള സൃഷ്ടി, പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയെന്നുള്ള സൃഷ്ടിയില്ലേ, അത് അത് കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ഈ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയും പ്രാചീന മലയാളമാണ്. ഇത് PSCയുടെ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്, ഉത്തരമായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയും പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? ബോധേശ്വരനാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. സമാധിയായത് 1924 മെയ് 5-നാണ്. അപ്പൊ ചട്ടമ്പി സ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്. ഇനി അടുത്ത ഇനിയുണ്ട്, ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ഒരു സ്ലൈഡും കൂടെ ഉണ്ട്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലും ഈ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രമാണ്. ഇത് ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25. അത് ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. ജന്മസ്ഥലം കൊല്ലൂരായിരുന്നു. പിന്നെ അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം.
അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഈ ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടാ? പത്മന, കൊല്ലം. ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് പത്മന, കൊല്ലമാണ്. അത്രയാണ് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പഠിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24-നാണ്. ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ്. ഈ പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം എന്താണ്? ശങ്കരൻ എന്നാണ്. ഗുരു അഴീക്കൽ വേലുവൈദ്യൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ. കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ്. അല്ല, കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1907-ലാണ് സ്ഥാപിച്ചത്. അപ്പൊ അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. അതെന്നാണ് സ്ഥാപിച്ചത്? 1907-ലാണ് സ്ഥാപിച്ചത്. ഇനി കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനാണ്. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇപ്പൊ തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ ആദ്യ രചനയാണ് ആചാരഭൂഷണം. അപ്പൊ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്നും ബാലകലേശവും. അപ്പൊ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്നും ബാലകലേശവും. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അപ്പൊ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഈ പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേരെന്താണ്? സാഹിത്യ കുടീരം. പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യ കുടീരം എന്നാണ്. കവിതിലകൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനെയാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് ആരാണ്? കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. പിന്നെന്താണ് പോയിന്റ്? സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ 1913. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ 1913. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. 1925-ലാണ് അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925-ലാണ്. പിന്നെ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരിണി സഭ. അപ്പൊ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കരണി സഭ. ഇനി ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തകം. അപ്പം ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തകം. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികൾ ഓർത്തിരിക്കണം: ജാതിക്കുമ്മി, പഞ്ചവടി, സ്തോത്രമന്ദാരം, ലങ്കാമർദ്ദനം, ബാലകലേശം, ചിത്രലേഖ, ആചാരഭൂഷണം, ധ്രുവചരിതം, അരയ പ്രശസ്തി, ലളിതോപഹാരം. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികൾ ജാതിക്കുമ്മി, പഞ്ചവടി, സ്തോത്രമന്ദാരം, ലങ്കാമർദ്ദനം, ബാലകലേശം, ചിത്രലേഖ, ആചാരഭൂഷണം, ധ്രുവചരിതം, അരയ പ്രശസ്തി, ലളിതോപഹാരം. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ്. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് 2013. അപ്പോൾ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് 2013. ഈ പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938 മാർച്ച് 23. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938 മാർച്ച് 23. ഇനി കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് ഇടക്കൊച്ചിയിലാണ്.
സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവരയിലാണ്. പിന്നെ പ്രബോധ ചന്ദ്രോദയ സഭ, ഇതെല്ലാം പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതാണ്. അത് വടക്കൻ പറവൂര് സ്ഥാപിച്ചു. അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂര്. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് കുമ്പളത്താണ്. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളത്താണ്. ഇനി നമുക്ക് അടുത്തത് ആരെക്കുറിച്ചാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ് നോക്കാനുള്ളത്. 1873 ഡിസംബർ 28 ജനിച്ചു. വക്കത്താണ്, പേര് തന്നെ ഉണ്ടല്ലോ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പം വക്കം തിരുവനന്തപുരം, അവിടാണ് ജനിച്ചത്. പിതാവ് മുഹമ്മദ് കുഞ്ഞ്. മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരള പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചു. അപ്പൊ ആ പേരിനകത്തെല്ലാം മുസ്ലിം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഓർത്തിരിക്കാം. എന്താണ്? ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ ഓർത്തിരിക്കും, അദ്ദേഹം അതിന്റെ ലേഖകനാണ്. അപ്പം സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിലാണ് സ്ഥാപിതമായത്. നമ്മുടെ 1905 ബംഗാൾ വിഭജനം അറിയാമല്ലേ? 1905 ജനുവരി 19. അപ്പോൾ സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിതമായി 1905 ജനുവരി 19. ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപികയാണ്. ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപികയാണ്. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1907. അപ്പോൾ സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1907. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. അപ്പൊ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് ആരാണ്? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം അത് എഴുതിയത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദൗ ഉസബാഹ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ദൗ ഉസബാഹ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഈ സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു. അപ്പൊ സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു 1910. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് എന്നാണ്? 1932 ഒക്ടോബർ 31. അപ്പൊ 1932 ഒക്ടോബർ 31 വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത്. അപ്പൊ സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരാണ്? ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ്. അപ്പൊ സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ്. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നവോത്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ ആരെ കുറിച്ചാണ്? പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ച്, പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച്. അപ്പോൾ അടുത്ത ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ അതിന്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.